അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു LED കണക്ട് ചെയ്യാം. അപ്പോൾ ഈ LED ഇതാണ് ആനോഡും ഇത് കാഥോഡും ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു LED ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്യാണ്. അടുത്തതായിട്ട് നിങ്ങളൊരു 220 ഓമിന്റെ ഒരു റെസിസ്റ്റർ എടുക്കുക. എന്നിട്ട് ഈ ഒരു LEDയുടെ ആനോഡിന്റെ അഥവാ പോസിറ്റീവിന്റെ ഈ ഒരു കോളത്തില് ഏതെങ്കിലും ഒരു ഹോളിൽ കണക്ട് ചെയ്യുക. പിന്നെ നമ്മള് അന്നൊരു ബ്രെഡ് ബോർഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഞാനിതില് റോ എന്നായിരുന്നു പറഞ്ഞത്. ക്ഷമിക്കണം, അത് റോ അല്ല, അത് കോളമാണ്. ഇങ്ങനെയാണ് റോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഒരു റെസിസ്റ്ററിന്റെ മറ്റേ അറ്റം ഈ ഒരു ഇതിന്റെ ഒരു റോയില് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതിന്റെ അതേ കോളത്തില് ബാക്കി കണക്ഷൻ ചെയ്താൽ മതി എന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് നിങ്ങളൊരു ജമ്പർ വയർ എടുക്കുക. എന്നിട്ട് ഈ ഒരു LEDയുടെ കാഥോഡ് അഥവാ പോസിറ്റീവിന്റെ ഈ ഒരു കോളത്തില് ഏതെങ്കിലും ഒരു ഹോളില് ഈ ഒരു വയർ കണക്ട് ചെയ്യാം. പിന്നെ വേറൊരു വയർ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു റെസിസ്റ്ററിന്റെ ഈ എൻഡിന്റെ ഈ ഏതെങ്കിലും ഒരു ഹോളിൽ, അതായത് ഈ കുളത്തില് ഏതെങ്കിലും ഒരു ഹോളില് ഈ ഒരു വയറും കണക്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഈ കണക്ഷനൊക്കെ മറ്റേ ആർഡിനോയ്ക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതില് നമ്മൾ ഉപയോഗിക്കുന്ന പിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടുള്ള ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നും പിന്നെ ഇവിടെ ആയിട്ടുള്ള ഒരു 8th പിന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ LEDയുടെ ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് നമ്മൾ ഇവിടെ 13th പിന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാം. ഇവിടെ 13th പിന്നുണ്ടാവും. ഈ ഒരു പിന്നിന്റെ ഈ ഒരു ഇപ്പുറത്തായിട്ട് ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, 13th പിന്നിന്റെ ഇപ്പുറത്തായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിലേക്കാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് ഈ ഓറഞ്ച് വയറാണ്, അല്ലെങ്കിൽ പോസിറ്റീവ്. ഈ പോസിറ്റീവ് വയർ ഞാൻ കണക്ട് ചെയ്യുന്നത് ഈ ഒരു 8th ആണ്. 8th പിന്ന് നിങ്ങൾ കാണാനുണ്ടാവും. ആ 8th പിന്നില് നമ്മൾ ഈ ഒരു ഓറഞ്ച് വയർ കണക്ട് ചെയ്യും.